നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന റോമാലേഖനത്തോട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് അത് ചിന്തിക്കാവുന്നതാണ്. ഇതുവരെ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളെക്കുറിച്ച് അല്പമായി ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഇന്നത്തെ വിഷയവുമായിട്ട് ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാകും. കുറേ നാളുകളായിട്ട് നമ്മൾ റോമാലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്നവർക്ക് എത്രമാത്രം അത് ബെനിഫിഷ്യലായി എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്നാൽ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകളുടെ ഫീഡ്ബാക്കുകൾ ലഭിക്കാറുണ്ട്. ഇന്നലെ അമേരിക്കയിൽ നിന്നൊരു കുടുംബം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് അവർ നല്ലൊരു ഭാഗം കേട്ട് കഴിഞ്ഞു എന്നതാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ദൈവസ്നേഹത്തിൽ അഭ്യർത്ഥിക്കുന്നത്, നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യൻ്റെ ആത്മരക്ഷയോടുള്ള ബന്ധത്തിലുള്ള കാര്യമാണ്. അതിൽ ദൈവം മുൻകൈ എടുത്ത് പ്രവർത്തിച്ച കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനേക്കാൾ എന്തെങ്കിലും പ്രധാനപ്പെട്ടത് വേറെ ഉണ്ടോ എന്നുള്ളത് അവരവർ ചിന്തിക്കുക. എന്നിട്ട് മനസ്സ് ഏകാഗ്രതയോടെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. വ്യക്തിപരമായുള്ള പ്രാർത്ഥനയാണ് അതിന് ഏറ്റവും ആവശ്യം. ഇത് നമ്മൾ ഈ ചിന്തിക്കുന്ന വേദഭാഗങ്ങൾ ധൃതിയിൽ പ്രസംഗിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളടക്കം ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആവേശത്തിലാകും. എൻ്റെ ഉള്ളിൽ ഈ റോമാലേഖനത്തിൻ്റെ പഠനം എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി ആവേശം പകർന്നു എന്ന സാക്ഷ്യമാണ് എനിക്കുള്ളത്. 1-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ 17 വാക്യങ്ങൾ ഈ ലേഖനത്തിൻ്റെ ആമുഖമായിരുന്നു. ആ ആമുഖത്തിൻ്റെ അവസാന ഘട്ടം 16-17 വാക്യങ്ങൾ ഈ ദൈവസഭയിലുള്ളവർക്ക് മനഃപ്പാഠമാണ്. അവിടെ പൗലോസ് സുവിശേഷത്തെ പരിചയപ്പെടുത്തുകയാണ്. ശരിക്കും സുവിശേഷം എന്താണെന്നുള്ളത് വളരെ സംക്ഷിപ്തമായി അദ്ദേഹം അവിടെ പ്രസ്താവിക്കുകയാണ്. അതിനുശേഷം 1:18 മുതൽ 3:20 വരെയുള്ള വാക്യങ്ങൾ സുവിശേഷം കൂടാതെ ഉള്ളവരുടെ നാശത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതെല്ലാം നമ്മൾ പഠിച്ചത് ഞാൻ ഒന്നുകൂടെ ഇന്നത്തെ ടോപ്പിക്കുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യാൻ, നിങ്ങളുടെ മനസ്സൊന്ന് റിഫ്രഷ് ചെയ്യാണ്. 2 വാക്യങ്ങളിൽ സുവിശേഷം പരിചയപ്പെടുത്തിയ ശേഷം അതിനെ പിന്നീട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ വിശദീകരണത്തിനും പരിചയപ്പെടുത്തലിനും ഇടയ്ക്ക് 1:18 മുതൽ ഉള്ള വാക്യങ്ങളിൽ മനുഷ്യവർഗത്തെ വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിച്ച് ഓരോരുത്തരെയും പ്രതിക്കൂട്ടിൽ കൊണ്ട് നിർത്തി പൗലോസ് സ്ഥാപിക്കുന്നത് സുവിശേഷം കൂടാതെയുള്ള, സുവിശേഷം അനുസരിക്കാത്ത എല്ലാ മനുഷ്യരുടെ മേലും ദൈവത്തിൻ്റെ കോപമാണെന്നുള്ളതാണ്. മുതൽ 1:19 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ജാതികൾ പാപികളാണ്, അവർക്ക് സുവിശേഷം ആവശ്യമാണ്, സുവിശേഷം കൂടാതെ അവർ നഷ്ടപ്പെട്ടു പോകും. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദ മത അനുസാരികളിൽ നിന്നും
ജാതികളിൽ നിന്നും ധർമ്മോപദേഷ്ടാക്കന്മാരായുള്ള ആളുകൾക്കും സുവിശേഷം ആവശ്യമാണ്. സുവിശേഷം അവരനുസരിച്ചില്ലെങ്കിൽ അവരും നഷ്ടപ്പെട്ടു പോകും എന്നതാണ് പൗലോസ് വാദിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 3-8 വരെയുള്ള വാക്യങ്ങളിൽ ധാരാളം കാര്യങ്ങളിൽ പ്രശംസ പറയാനുള്ള യഹൂദന്മാരെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പൗലോസ് പറയാണ്, നിങ്ങൾക്കും സുവിശേഷം ആവശ്യമാണ്. നിങ്ങൾക്കൊരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഈ അഡ്വാൻറ്റേജുകൾ നിങ്ങളെ രക്ഷിക്കുന്നില്ല. സുവിശേഷം നിങ്ങൾ ഉൾക്കൊണ്ടതനുസരിക്കുന്നില്ലെങ്കിൽ യു വിൽ ബി കണ്ടംഡ്, യു വിൽ പെരിഷ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് പ്രശംസിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരുടെ പാരമ്പര്യമാണ്. അവർ അബ്രഹാമിൻ്റെ മക്കളാണ്. അതിലവർക്ക് വളരെ പ്രശംസയുണ്ട്. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനാണ്. ആകയാൽ അബ്രഹാമിൻ്റെ മക്കൾ എന്ന നിലയിൽ ഞങ്ങളെ ദൈവം അംഗീകരിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവർക്കുണ്ടായിരുന്നു. പൗലോസിന് പറയാനുള്ളത്, സുവിശേഷം നിങ്ങൾ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സുവിശേഷം കൂടാതെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം ഗ്രഹിക്കേണ്ടത് എത്ര ഗൗരവമുള്ള കാര്യമാണെന്ന് ക്രിസ്ത്യാനി മനസ്സിലാക്കണം, പെന്തിക്കോസുകാരൻ മനസ്സിലാക്കണം. യഹൂദനോട് ഇതാണ് പറയുന്നതെങ്കിൽ നമ്മൾ അവരെക്കാൾ മെച്ചപ്പെട്ട ആളുകളാണെന്ന് ധരിച്ച് ഇരിക്കരുത്. യഹൂദന്മാരുടെ മറ്റൊരു പ്രശംസാ വിഷയമായിരുന്നു, അവർക്ക് മോശ മുഖാന്തരം ദൈവം കൊടുത്ത ന്യായപ്രമാണമുണ്ട്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ അവർക്ക് ബൈബിളുണ്ട്. പൗലോസ് പറയുന്നത്, ബൈബിൾ ഉള്ളത് കൊണ്ട് കാര്യമായില്ല. ബൈബിളിൻ്റെ ഉള്ളടക്കം നിങ്ങൾക്കനുസരിക്കാൻ കഴിയുമോ? ബൈബിൾ വെളിപ്പെടുത്തുന്ന സുവിശേഷം നിങ്ങൾ വിശ്വസിക്കുമോ? ഇപ്പം ന്യായപ്രമാണമുണ്ട് എന്ന പ്രശംസ നിങ്ങൾക്ക് വിടുതലല്ല. യേശുക്രിസ്തുവിലൂടെ മനുഷ്യൻ്റെ രക്ഷയ്ക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന സദ്വർത്തമാനം തിരിച്ചറിഞ്ഞ് ഉൾക്കൊണ്ടില്ലെങ്കിൽ നിങ്ങളും അപകടത്തിലാണ്. മറ്റൊരു പ്രശംസാ വിഷയം യഹൂദന്മാർ ധരിച്ചത്, ദൈവവും അവരുമായിട്ടുള്ള ഉടമ്പടിയുടെ ബാഹ്യ ചിഹ്നമാകുന്ന പരിച്ഛേദന അവരുടെ ശരീരത്തിലുണ്ട്. ആകയാൽ ദൈവം ഞങ്ങളെ ഏതായാലും അംഗീകരിക്കും. പൗലോസ് അവരോട് പറയുന്നത്, നോ, അത് ബാഹ്യമായ അടയാളം മാത്രമാണ്. ദൈവം ആ അടയാളത്തിൽ ആഗ്രഹിച്ചത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ്. ഹൃദയം മാറാതെ പുറത്തെന്തെങ്കിലും അടയാളമുള്ളത് കൊണ്ട് ദൈവം നിങ്ങളെ അംഗീകരിക്കണമെന്നില്ല. ഇതുപോലെയാണ് ക്രൈസ്തവ വിശ്വാസികൾ, പെന്തിക്കോസുകാർ സ്നാനപ്പെട്ടത് കൊണ്ടോ കർത്തൃമേശ റെഗുലറായി എടുക്കുന്നത് കൊണ്ടോ നമ്മൾ പാട്ടുപാടി കൈകൊട്ടി ആരാധിച്ചു എന്ന് പറയുന്നത് കൊണ്ടോ ഹൃദയം മാറിയിട്ടില്ലെങ്കിൽ, സുവിശേഷം സ്വീകരിച്ചില്ലെങ്കിൽ പ്രയോജനമില്ല. അതുകൊണ്ട് 10,000-കണക്കിന് വിശ്വാസികളെന്ന് തങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്ന ആളുകൾ തെറ്റിദ്ധാരണയിലാണ്. നിങ്ങൾ നല്ലൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം ഗ്രഹിക്കാൻ പ്രാർത്ഥനയോടെ ബൈബിൾ വായിക്കുകയും ഇത് സംബന്ധിച്ചുള്ള പ്രഭാഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് വളരെ വിനീതമായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ നാം ഒരു തെറ്റിദ്ധാരണയിലാകും. രക്ഷിക്കപ്പെട്ടു എന്ന് നാം ചിന്തിക്കും, പക്ഷെ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട് കാണുകയില്ല. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അന്യഭാഷ പറയുന്ന ആളുകൾ ഇവിടെ വന്ന് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരാളൊന്നുമല്ല. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ പറയാം, അന്യഭാഷയുടെ വില കുറയ്ക്കുകയല്ല,
അന്യഭാഷ പരിശുദ്ധാത്മാവാണ് തരുന്നത്. പക്ഷേ രക്ഷിക്കപ്പെടാതെ അന്യഭാഷ ഓളത്തിനും താളത്തിനുമൊട്ട് പറഞ്ഞു പോയതാണ്. വേറൊരാൾ കാണുമ്പോൾ അത് നല്ല കാര്യമാണ്, ദൈവത്തിൻ്റെ അംഗീകാരമുണ്ട്, ദൈവകൃപയുണ്ട്, ദൈവാത്മാവുണ്ട് എന്ന് തെറ്റിദ്ധരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ ഇറങ്ങി വന്നു, സുവിശേഷം അവർ സ്വീകരിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് ഈ നിലയിൽ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരോട് വളരെ താഴ്മയോടെ എനിക്ക് പറയാനുള്ളത്, നാം വിശ്വാസത്തിൽ തന്നെയാണോ എന്ന് എപ്പോഴും പരിശോധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നിട്ട് 3-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഇത്രയും ആളുകളെ പ്രതിക്കൂട്ടിൽ നിർത്തി ഓരോരുത്തരായിട്ട് അദ്ദേഹം സുവിശേഷം കൂടാതെ നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കോപമുണ്ടെന്ന് പറഞ്ഞിട്ട് മനുഷ്യരാശിയെ മുഴുവനും കൂടെ ചേർത്തുകൊണ്ട് അദ്ദേഹം പറയാണ്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അതാണ് സുവിശേഷം കൂടാതെയുള്ള മനുഷ്യനെ കുറിച്ചുള്ള പ്രഖ്യാപനം. ഇതിന് ശേഷം 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 5-ന്റെ 21 വരെ ദൈവം നമുക്കൊരുക്കിയ രക്ഷയെക്കുറിച്ച് സമയമെടുത്ത് വിശദീകരിക്കുകയാണ് അപ്പോസ്തലൻ. 1-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ സുവിശേഷത്തെ പരിചയപ്പെടുത്തിയത് ഞാൻ പറഞ്ഞു. 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ആ സുവിശേഷത്തിലെ കാതലായ ഒരു സത്യം, ഒരു ഉപദേശം, വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയം അദ്ദേഹം അവതരിപ്പിച്ച ശേഷം 4-ാം അധ്യായത്തിൽ ഈ ഉപദേശത്തിൻ്റെ പിന്നെ ഒരു ഇലസ്ട്രേഷൻ, ചിത്രീകരണമാണ് വരുന്നത്. എത്ര സമയമെടുത്ത് അദ്ദേഹം എഴുതുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഈ കർത്താവിൻ്റെ ദാസനെ ഇങ്ങനെ എഴുതുവാൻ പ്രേരിപ്പിക്കുന്നത് ഇതിൻ്റെ വായനക്കാർക്ക് കൃത്യമായും ആത്മരക്ഷയെക്കുറിച്ച് അറിയണം. നമ്മൾ അബദ്ധത്തിലാകരുത്. ഇതാണ് 3-ാം അധ്യായം 21 മുതൽ 31 വരെ ഉള്ള വാക്യങ്ങളിൽ വിശ്വാസത്താലുള്ള നീതീകരണവും 4-ാം അധ്യായത്തിൽ അതിൻ്റെ വിശദീകരണവും. നമ്മൾ 4-ാം അധ്യായം പൂർത്തീകരിച്ചിരിക്കുകയാണ്. 5-ന്റെ 1 മുതലാണ് ഇനി നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കേണ്ടത്. 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിശ്വാസത്താലുള്ള നീതീകരണം എന്നതാണ് വിഷയം. നമ്മുടെ ധ്യാന പരമ്പരകളിൽ ഇത് സംബന്ധമായി നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണെങ്കിലും എന്താണ് ഈ നീതീകരണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു ബി ഡിക്ലെയർഡ് റൈച്ചസ്. ഇംഗ്ലീഷിൽ നീതീകരണം ജസ്റ്റിഫിക്കേഷൻ എന്ന വാക്കാണ്. അർത്ഥം നീതീകരിക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുക. ഒരു മനുഷ്യൻ കർത്താവായ യേശുക്രിസ്തു ആത്മരക്ഷയ്ക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞ് ദൈവത്തിൻ്റെ ക്രിസ്തുവിലുള്ള ആ പ്രവർത്തനത്തെ, അല്പം കൂടെ പറഞ്ഞാൽ ക്രിസ്തുവിൽ അർപ്പിക്കുന്ന ആശ്രയത്താൽ ദൈവം ഈ ആളിനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് നീതീകരണം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്പം കൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ 3 മെറ്റഫോഴ്സ് ഞാൻ പറയാം. ഇതൊക്കെ ഓരോ സമയങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്.
ഒന്നുകൂടെ നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. 3 സാദൃശ്യങ്ങൾ. ഒന്ന്, കോടതിയിലെ പ്രഖ്യാപനമായി ചിത്രീകരിക്കാം. എന്ന് പറഞ്ഞാൽ നാം എല്ലാവരും, മാനവജാതി മുഴുവനും ദൈവത്തിൻ്റെ കോടതിയിൽ പാപികളായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം തന്നിരിക്കുന്ന നിയമത്തെ ലംഘിച്ച് നാം ദൈവത്തിൻ്റെ മുൻപാകെ നമ്മുടെ ഒരു പ്രവൃത്തികൾ കൊണ്ടും ദൈവത്തോട് അടുക്കാൻ കഴിയാതെ പാപികളായി നിൽക്കുകയാണ്. ആ ഒരു ചിത്രം നിങ്ങളുടെ ഉള്ളത്തിൽ വരട്ടെ. എന്നാൽ നീതിമാനായ ന്യായാധിപനായിരിക്കുന്ന ദൈവം അവിടുന്ന് കരുണാസമ്പന്നനാകിയാൽ അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ പാപമില്ലാത്ത ജീവിതത്തിൽ അവിടുന്ന് സകലതും അനുസരിച്ച, ന്യായപ്രമാണത്തെ അനുസരിച്ച ആ നീതി പാപിയായ അഭക്തനായി ജഡ്ജി കണക്കിടുകയാണ്. കാരണമെന്താ? ഈ അഭക്തനായ മനുഷ്യൻ ക്രിസ്തുവിൽ അർപ്പിച്ച ആശ്രയത്താൽ. അതാണ് ഒന്നാമത്തെ മെറ്റഫോറായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ, ഈ ജസ്റ്റിഫിക്കേഷൻ എന്ന വാക്ക് മനസ്സിലാക്കാൻ അത് ഉതകുന്നതാണ്. ദൈവത്തിൻ്റെ പുത്രന്റെ ആ സമ്പൂർണ്ണ നീതി, ആ പെർഫെക്റ്റ് റൈച്ചസ്നെസ് വിശ്വസിക്കുന്നവർക്ക് ഇംപ്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കണക്കാക്കപ്പെടുന്നു. നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പാപി സ്വന്തമായി ഒന്നും ദൈവസന്നിധിയിൽ പറയാനില്ലാതെ നിസ്സഹായനായി നിൽക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ചുള്ള സദ്വർത്തമാനം കേട്ട് ക്രിസ്തുവിങ്കലേക്ക് വിശ്വാസം കേന്ദ്രീകരിക്കുന്നു, യേശുവിനെ വിശ്വസിക്കുന്നു എന്ന ഏക കാരണത്താൽ ആ ആളിനെ ആ കോടതി കുറ്റവിമുക്തനായി പ്രഖ്യാപിക്കുന്നു. ഇതാണ് ആദ്യത്തെ മെറ്റഫോർ. എന്നാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാൽ ഒന്നുകൂടെ എടുത്തു പറയാം. അങ്ങനെ പ്രഖ്യാപിച്ചതിൻ്റെ അർത്ഥം ഈ ആൾ പൂർണ്ണമായി നീതിമാനായിട്ടില്ല. God has declared him justified. That does not make each one of us righteous. എന്ന് പറഞ്ഞാൽ വേദശാസ്ത്രികൾ അതിനെ വിളിക്കുന്ന പേര് ഫോറൻസിക് ഡിക്ലറേഷൻ എന്ന. കുറ്റവിമുക്തനായി പ്രഖ്യാപിച്ചു, പക്ഷേ ദൈനംദിന ജീവിതത്തിൽ ആ നീതി വെളിപ്പെടാൻ വിശുദ്ധീകരണത്തിന്റെ പാതയിലൂടെ നടക്കണം ആത്മപൂർണരായി. അപ്പൊ ദൈവം എന്നെ കുറ്റവിമുക്തനായി പ്രഖ്യാപിച്ചു, ഓ ഇനിയിപ്പോ ഒന്നുമില്ല എന്ന ചിന്തയല്ല വരേണ്ടത്. കോടതിയിൽ പ്രഖ്യാപനമുണ്ടായി, ഇനി ഓരോ ദിവസവും എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിനും സുവിശേഷത്തിനും യോഗ്യമായി നടക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമത്തെ ഒരു മെറ്റഫോറ്, നമ്മുടെ ബാങ്കിലെ അക്കൗണ്ടിൽ യാതൊന്നുമില്ലാതിരിക്കുകയാണ്. ലോകത്തിൽ ഇവിടെ നമുക്ക് ബാങ്കിൽ ഡിപ്പോസിറ്റ് കാണും, പക്ഷേ ആത്മീകമായി ബാങ്ക്റപ്റ്റായി ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. ഒന്നും പറയാനില്ല. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ യാതൊന്നും പറയാനില്ലാതെ അക്കൗണ്ടിൽ ശൂന്യമായി നിൽക്കുന്നു. കാരണം നാം പാപികളാണ്. നമ്മുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും ദൈവസന്നിധിയോട് അടുക്കാൻ നമുക്കൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം ക്രിസ്തുവിൻ്റെ നീതി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടുന്നു എന്ന ഒരു സാദൃശ്യത്തിലൂടെ ഈ നീതീകരണം എന്താണ് എന്നത് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. ഒന്ന്, കോടതി ഭാഷ. രണ്ട്,
ബാങ്കിലെ ക്രയവിക്രയത്തിലൂടെ നാം ഇതുവരെ ഗ്രഹിച്ചിട്ടുള്ള ഒരു മെറ്റഫോർ നമുക്ക് ഈ ആത്മീക കാര്യത്തിന് ഉപയോഗിക്കുമ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് ഈ നീതീകരണം? ആത്മീകമായി ഒറ്റ പൈസ ഇല്ലാതെ ഞാൻ ദൈവ മുൻപാകെ നിൽക്കുകയാണ്. ആത്മീകമായി ദൈവത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് ക്രെഡിറ്റായി ഒന്നുമില്ല. ഇല്ലാതെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന ഏക കാരണത്താൽ ഈ ശൂന്യമായിരിക്കുന്ന, ഒന്നുമില്ലാതിരിക്കുന്ന ഈ അക്കൗണ്ടിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന നീതി ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ പെർഫെക്റ്റ് റൈച്ചസ്നെസ് ഡിപ്പോസിറ്റ് ചെയ്തു. നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നതെന്ന് ധരിക്കട്ടെ. അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് ഒന്നുമില്ലാതെ ഇരുന്ന ദരിദ്രരായ നമ്മൾ വിശ്വാസത്താൽ കൂട്ടവകാശികളായി മാറുകയാണ്. heirs with Christ. Praise the Lord. ഇത് ഇവിടെ ഇരിക്കുന്ന ആർക്കും വലിയ ചലനമുണ്ടായില്ലെങ്കിലും എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇതൊക്കെ ഭയങ്കര ത്രില്ലാണ്. ഒന്നും ഞാൻ ചെയ്തതല്ല. കാര്യം മനസ്സിലായപ്പോൾ എൻ്റെ നിത്യതയ്ക്കായി ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. മൂന്നാമത്തെ ഒരു മെറ്റഫോർ ഉണ്ട് ഇക്കാര്യം ഒന്ന് മനസ്സിലാക്കാൻ. അത് വസ്ത്രത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ മുൻപാകെ ആത്മീകമായി ഞാൻ നഗ്നനായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നഗ്നനാണ്. ഈ ആത്മീകമായി പാപത്തിലായിരിക്കുന്ന, നഗ്നനായിരിക്കുന്ന ഞാൻ ക്രിസ്തുവിലൂടെയുള്ള സുവിശേഷത്തെക്കുറിച്ച് കേട്ട് ക്രിസ്തുവിൽ അർപ്പിക്കുന്ന ആശ്രയത്താൽ ദൈവം ക്രിസ്തുവിൻ്റെ നീതി എന്നെ ഉടുപ്പിക്കുന്നു. അതാണ് നമുക്ക് ആ ഒരു മെറ്റഫോറിൽ നിന്ന് ഗ്രഹിപ്പാൻ കഴിയുന്നത്. ഇത് മുഴുവനും വിശ്വാസത്താലാണ് നടക്കുന്നത്. അത് പഴയ നിയമം തന്നെ സാക്ഷീകരിക്കുന്നു. ഇത് നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ചിന്തിച്ചതാണ്. ഇന്നത്തെ കാര്യമായിട്ട് നിങ്ങളെ ഒന്ന് അടുപ്പിക്കാൻ വേണ്ടി ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാണ്. അതുപോലെ ജസ്റ്റിഫിക്കേഷൻ എപ്പോഴും ഓർക്കണം. അതാണ് നമ്മളെ ത്രില്ലാക്കേണ്ടത്. 4-ാം അധ്യായം മുഴുവനും പൗലോസ് ഇസ്രായേൽ മക്കൾക്ക് ഏറ്റവും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന അബ്രഹാമിനെ എടുത്തുകൊണ്ടാണ് വിശ്വാസത്താലുള്ള നീതീകരണം വിശദീകരിക്കുന്നത്. ദാവീദിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനമായി അബ്രഹാമിനെ കുറിച്ചാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ഇതിനോടകം ഇതിൻ്റെ പിരിവുകൾ നിങ്ങൾക്കറിയാം. 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാം പ്രവൃത്തിയാലല്ല വിശ്വാസത്താൽ അത്രേ നീതീകരിക്കപ്പെട്ടത്. അപ്പൊ അബ്രഹാമിന്റെ വിശ്വാസം ഫോക്കസിൽ വരികയാണ്. 4-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാം പരിച്ഛേദനയാലല്ല വിശ്വാസത്താൽ അത്രേ നീതീകരിക്കപ്പെട്ടത്. 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അബ്രഹാം ന്യായപ്രമാണത്തിൻ്റെ അനുസരണത്താലല്ല വിശ്വാസത്താൽ അത്രേ. അപ്പൊ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന കാര്യത്തിന് ഹിറ്റ് ചെയ്യാണ് പോൾ. അതാണ് മെയിൻ മെസ്സേജ്. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വായനക്കാരുടെ ശ്രദ്ധ പിടിച്ച് അവരുടെ ഹൃദയത്തിനകത്ത് ഇത് ഇടുവാൻ ലേഖകൻ ബന്ധപ്പെടുകയാണ്. ഒരൊറ്റ കാര്യമാണ്. ഇത് നമ്മൾ മിസ്സായാൽ യു ഹാവ് മിസ്ഡ് ഔട്ട് ഓൺ ദ മെയിൻ മെസ്സേജ് ഓഫ് ദ ബൈബിൾ. 4-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 22 വരെ, 18 എന്ന് വെക്കണ്ട, 17 മുതൽ 22 വരെ എന്ന് വെച്ചോളൂ.
ഈ രക്ഷിക്കുന്ന അബ്രഹാമിന്റെ വിശ്വാസത്തെ പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി അല്പം കൂടെ നമ്മുടെ മനസ്സ് ഇതിന് കൊടുക്കണം. കാരണം ഇവിടെ നിന്നാണ് എനിക്ക് ഇന്നത്തെ മെസ്സേജിലേക്ക് പ്രവേശിക്കേണ്ടത്. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. രക്ഷിക്കുന്ന വിശ്വാസം എങ്ങനെ ഇരിക്കും? കാരണം ഇത് മനസ്സിലാക്കിയെങ്കിലേ അതുപോലുള്ളൊരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. എങ്കിലേ നാം രക്ഷിക്കപ്പെടുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ വിശദീകരിച്ചതാണ് ഞാൻ. ഒരുപാട് പേര് ചിന്തിക്കുന്നത് അവർക്ക് വിശ്വാസമുണ്ടെന്നാ. അങ്ങനെയുള്ള പ്രിസംഷ്യസ് ഫെയ്ത്ത് അല്ല നമുക്ക് വേണ്ടത്. അതിന് പൗലോസ് വാട്ട് എക്സാക്ട്ലി ഈസ് ഫെയ്ത്ത്, സേവിങ് ഫെയ്ത്ത്, അത് പോള് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ 17-ാം വാക്യത്തിൽ, ഞാൻ 18 മുതൽ 22 വരെ, പക്ഷെ ഞാൻ പിന്നീട് തിരുത്തി പറഞ്ഞു 17-ന്റെ ഒരു ഭാഗം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. എന്താണ് അബ്രഹാമിന് ദൈവത്തോടുള്ള വിശ്വാസം? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനാണ് ദൈവം. 2, 18, 19 വാക്യങ്ങളിൽ അബ്രഹാമിന്റെ വിശ്വാസം വചന അടിസ്ഥാനത്തിലുള്ള വിശ്വാസമായിരുന്നു. ദൈവം അബ്രഹാമിനോട് സംസാരിച്ചതിൻ്റെ മേൽ അർപ്പിച്ച ആശ്രയമാണ് അബ്രഹാമിന്റെ വിശ്വാസം. എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. രക്ഷിക്കുന്ന വിശ്വാസം അങ്ങനെയാണ്. അല്ലാതെ ആരാണ്ട് ഒരു പാട്ട് പാടി നമുക്കൊരു സന്തോഷം തോന്നി കൈപൊക്കാൻ പറഞ്ഞപ്പോൾ കൈപൊക്കിയപ്പോൾ ഒന്നും നടന്നതല്ല. അത് ആവേശമെന്നേ ഉള്ളൂ. അതാണ് ഇന്ന് വിശ്വാസ ഗോളത്തിൽ പലയിടത്തും നടക്കുന്നത്. ഞാൻ ഇച്ചിരി കട്ടിയായിട്ടത് പറയാം. അത് ശത്രുവിൻ്റെ ഒരു പോരാട്ടമാണ്. യഥാർത്ഥ വിശ്വാസത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരാതെ ഉപരിപ്ലവ തലത്തിൽ മനുഷ്യനെ കൊണ്ട് വിശ്വാസം ഉള്ളതായി ചിന്തിപ്പിച്ച് അവനൊരു ദൈവ പൈതലാണെന്ന് തെറ്റിദ്ധരിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ശത്രുവിൻ്റെ ഒരു പോരാണ്. ഇതാണ് ഞാൻ എല്ലാ ആഴ്ചയിലും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ദയവായി പ്രാർത്ഥനയോടെ കടന്നു വന്ന് ദൈവവചനം മനസ്സിലാക്കുവാൻ ശ്രമിക്കൂ. 1, 17-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ രക്ഷിക്കുന്ന വിശ്വാസം ദൈവത്തിൽ കേന്ദ്രിതമാണ്. ഇറ്റ് ഈസ് ഗോഡ് സെന്റേർഡ്. രക്ഷിക്കുന്ന വിശ്വാസം വേർഡ് ബേസ്ഡ് ആണ്. അത് 18, 19 വാക്യങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. 20-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ വചനമെന്ന് വിശാലമായി പറയുമ്പോൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഗോഡ്സ് പ്രോമിസ് ടു എബ്രഹാം. ദൈവം അബ്രഹാമിനൊരു വാഗ്ദത്തം കൊടുത്തു. ആ വാഗ്ദത്തത്തിൽ അബ്രഹാം വിശ്വസിച്ചു. കണ്ണിൽ നോക്കുമ്പോൾ കാണുന്നതെല്ലാം അസാധ്യമാണെങ്കിലും വാക്ക് പറഞ്ഞവൻ മാറത്തില്ല. അവിടുന്ന് വാക്ക് പറഞ്ഞെങ്കിൽ എനിക്ക് വേണ്ടി അത് ചെയ്യും, അവിടുന്ന് നിവർത്തിക്കുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. 21-ാം വാക്യത്തിൽ രക്ഷിക്കുന്ന വിശ്വാസം ദൈവത്തിൻ്റെ ശക്തിയിലായിരുന്നു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. God has the power to fulfill whatever he promised. ഇത് പറഞ്ഞു കഴിഞ്ഞ് 22-ാം വാക്യത്തിൽ അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. ഉൽപ്പത്തി 15:6 പിന്നെ അവിടെ ഉദ്ധരിക്കുകയാണ്. ഇവിടെയാണ് സേവിങ് ഫെയ്ത്ത്. ഇവിടെയാണ് ആ ദൈവരാജ്യത്തിലേക്കുള്ള ആദ്യത്തെ പ്രവേശനം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു, വിശ്വാസത്താൽ അകത്ത് കടക്കുകയാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ട അനുഭവം, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവമുണ്ടോ?
അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നാമും വിശ്വസിക്കുന്നത് ദൈവം സുവിശേഷത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് നമുക്ക് വേണ്ടി നിവർത്തിക്കും. എന്താണ് വാഗ്ദത്തം? എൻ്റെ പാപങ്ങളെ ദൈവം കഴുകിക്കളയും. ഐ ബിലീവ് ദാറ്റ് ഗോഡ് ക്യാൻ. കടിഞ്ചുവപ്പായ എൻ്റെ പാപത്തെയും ദൈവം ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് ഐ ബിലീവ് ദാറ്റ്. ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ പെർഫെക്റ്റ് റൈച്ചസ്നെസ്സിനാൽ എന്നെ ഉടുപ്പിക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നത് കൊണ്ട് ഞാൻ അത് വിശ്വസിക്കുന്നു. ഐ ബിലീവ് ദാറ്റ്. പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ തരുമെന്ന് തിരുവെഴുത്ത് പറയുന്നത് കൊണ്ട് ഐ ബിലീവ് ദാറ്റ്. അബ്രഹാമിന്റെ വിശ്വാസം, രക്ഷിക്കുന്ന വിശ്വാസം, ഈ വിശ്വാസത്താലാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. അതേ വിശ്വാസം എനിക്കുണ്ടെങ്കിൽ ദൈവം മുൻപാകെ കുറ്റവിമുക്തനായി ദൈവം എന്നെ പ്രഖ്യാപിക്കും. 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നാം ധ്യാനിച്ചതാണ്. ഈ രക്ഷിക്കുന്ന വിശ്വാസം ഇതിൻ്റെ വായനക്കാർക്ക്, നമ്മളോടുള്ള ബന്ധത്തിൽ ഇതിൻ്റെ കേൾവിക്കാർക്ക് പൗലോസ് അപ്ലൈ ചെയ്യുകയാണ്. ദൈവം അബ്രഹാമിന് വേണ്ടി ചെയ്തത് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടിയും ചെയ്യും. ഇവിടെയാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. ഇനിയത്തെ സ്റ്റെപ്പ് നിങ്ങൾ ചിന്തിക്കണം. ഈ രക്ഷിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് അതിൻ്റെ ചില പ്രത്യേകതകളുടെ എനിക്ക് ഇന്ന് കൂട്ടിച്ചേർക്കാനുണ്ട്. 1, രക്ഷിക്കുന്ന വിശ്വാസം വ്യക്തിപരമാണ്. ഞങ്ങളെല്ലാം കൂടെ കുടുംബമായിട്ട് അങ്ങ് പോവുകയായിരുന്നു. കുടുംബമായി വരാം, പക്ഷെ കുടുംബത്തിലുള്ള ഓരോരുത്തരിലും ഈ രക്ഷിക്കുന്ന വിശ്വാസം ഉണ്ടാകണം. അവളും പിള്ളേരും അങ്ങ് പോയി, പിന്നെ ഞാൻ ഓർത്തു വെറുതെ വഴക്കൊന്നും ഞാനും കൂടെ അങ്ങ് പോയി. നോ നോ, അത് ഡിസെപ്ഷനാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ പാട്ടുണ്ട്, താളമുണ്ട്, പാട്ടിനൊത്ത് കൈയടിക്കും. കുറച്ച് കഴിയുമ്പോൾ അതൊരു പരിചയമാകും. സ്വോത്രകാഴ്ചയുടെ പാത്രങ്ങൾ ഇവിടെ ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ക്രമീകരണമില്ല. പുറത്തു പോകുന്നവർക്ക് സ്വോത്രകാഴ്ച ഇടാൻ താല്പര്യമുള്ളവർക്ക് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആരെങ്കിലും അടുത്തിരിക്കുന്നിരിക്കുന്നു, ബ്രദർ സ്നാനപ്പെടുന്നു ചെയ്തൊന്നുമില്ല, സ്നാനം പാസ്റ്ററോട് പറഞ്ഞാൽ മതി. എന്നാൽ പിന്നെ ആയേക്കാം, ഏതായാലും 1 വർഷത്തോളം വരിക, എന്നാൽ പിന്നെ അങ്ങ് സ്നാനപ്പെട്ടേക്കാം. അപ്പോൾ ഇവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തിനകത്ത് അപ്പോൾ അന്നേരം എല്ലാം മണിമണിയായിട്ട് പറയും, ബ്രദർ കർത്താവായി. പിന്നെ അല്ല, ഞാൻ വേറെ ആരെയാണ് വിശ്വസിക്കുന്നത്? യേശുവിനെ വിശ്വസിക്കുന്നത്. പക്ഷേ എനിക്ക് സ്നാനപ്പെടുത്തി. ഈ ആളിൽ ഒന്നും നടന്നിട്ടില്ല. ഭാര്യയും മക്കളും വന്നതുകൊണ്ട് നേരെ തിരിച്ചുമാകാം. ഭർത്താവും മക്കളും പോയത് കൊണ്ട് ഒരു സഹോദരി വരികയാണ്. ഈ രക്ഷിക്കുന്ന വിശ്വാസം, ഈ അബ്രഹാമിൽ നാം കാണുന്ന രക്ഷിക്കുന്ന വിശ്വാസത്താൽ അദ്ദേഹം നീതീകരിക്കപ്പെട്ടു. ഈ വിശ്വാസം വ്യക്തിപരമായി നമ്മളിൽ നടക്കണം. അല്ലാതെ ഇത് കൂട്ടത്തിൽ പാട്ടല്ല. എല്ലാവരും കൈപൊക്കി വീശി അതിനോളമാ. അപ്പം നമ്മളും വീശും. എന്ത് ഭംഗിയായിരുന്നു! ഇന്നത്തെ ആരാധനയിൽ നല്ലതായിരുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എനിക്ക് വേണ്ടി എൻ്റെ മാതാപിതാക്കൾക്ക് തീരുമാനമെടുക്കാനൊക്കത്തില്ല. എനിക്ക് വേണ്ടി എൻ്റെ മക്കൾക്ക് തീരുമാനമെടുക്കാനൊക്കത്തില്ല. എൻ്റെ ഭാര്യയ്ക്ക് തീരുമാനമെടുക്കാനൊക്കത്തില്ല. ഭർത്താവിന് തീരുമാനം എടുക്കാനൊക്കത്തില്ല. രക്ഷിക്കുന്ന വിശ്വാസം എന്നെ വ്യക്തിപരമായ ഒരു തീരുമാനത്തിലേക്ക് നയിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ചിലർ സിംഗിളായിട്ട് വരുന്നത്. ഭർത്താവ് എതിരാണ്, ഭാര്യ എതിരാണ്, പക്ഷെ അവരിൽ ഈ രക്ഷിക്കുന്ന വിശ്വാസം ഓപ്പറേഷനിലാണ്.
ദൈവം അവരെ റീജനറേറ്റ് ചെയ്തു. ദൈവം അവർക്ക് ഈ രക്ഷിക്കുന്ന വിശ്വാസം കൊടുത്തു. ആക്ഷേപങ്ങളെ അവഗണിച്ചുകൊണ്ട് അവർ ആരാധനയ്ക്ക് കടന്നു വരുന്നു. വ്യക്തിപരമായി നമ്മളിൽ ഈ വിശ്വാസം ഉണ്ടാകണം. പാസ്റ്റർമാരെന്ന നിലയിൽ നമ്മൾ ചിലപ്പോൾ പ്രേരിപ്പിക്കും ആളുകളെ. പാസ്റ്റർ ഇത്രയും പറഞ്ഞതല്ലേ, പുള്ളി എന്തോർക്കും? പുള്ളി എന്തും ഓർക്കട്ടെ, രക്ഷിക്കുന്ന വിശ്വാസമാണ് നമ്മളിൽ വരേണ്ടത്. മൂപ്പന്മാരോ ഇടയന്മാരോ ആരും പ്രേരിപ്പിച്ചത് കൊണ്ടല്ല. യു മസ്റ്റ് ഹാവ് എ പേഴ്സണൽ ഫെയ്ത്ത്. സേവിങ് ഫെയ്ത്ത് പേഴ്സണലാണ്. അതോടെ ഞാൻ രക്ഷിക്കുന്ന വിശ്വാസത്തോട് കൂട്ടിച്ചേർക്കുകയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ്. ഏത് ജോലി എടുക്കണം? അവിടുന്ന് ഒരു ജോലി, ഇവിടുന്ന് ഒരു ജോലി വന്നിട്ടുണ്ട്. ഏത് ജോലിയാണ് വേണ്ടത്? അതൊരു ഇമ്പോർട്ടൻ്റ് തീരുമാനമാണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് തീരുമാനം. അതിനേക്കാൾ എത്ര വലുതാണ് എൻ്റെ നിത്യതയെ ബാധിക്കുന്ന തീരുമാനം. ആരെ കല്യാണം കഴിക്കണം? ഭയങ്കര പ്രധാനപ്പെട്ട തീരുമാനമാണ്. പക്ഷേ നിത്യതയോടുള്ള ബന്ധത്തിൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ തീരുമാനമാണ് രക്ഷിക്കുന്ന വിശ്വാസത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൽ അർപ്പിക്കുന്ന ആ വിശ്വാസം. രക്ഷിക്കുന്ന വിശ്വാസം വ്യക്തിപരമാണ്. 2, രക്ഷിക്കുന്ന വിശ്വാസം ശരിക്കും അതിന് അറിവിൻ്റെ ഒരു മേഖലയുണ്ട്. എനിക്കൊന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ബ്രദറെ. അപ്പൊ എന്ത് വിശ്വസിക്കുന്നു? ദൈവം ആരാന്നറിയാമോ? എന്താ വന്ന ആരാ അവരൊക്കെ ഇങ്ങനെ പറയുന്നത് അതിനൊക്കെ. അപ്പൊ അറിയത്തില്ല. യേശു ക്രിസ്തു, പിന്നെ യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അല്ല 2000 വർഷമായില്ലേ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. 2000 വർഷം മുമ്പ് ഒരാൾ മരിച്ചാൽ നമുക്കെങ്ങനെ പാപം പോകുന്നു? അങ്ങനെയല്ലേ? എനിവേ എല്ലാം വിശ്വസിക്കുന്നു. ദൈവമാരാണ്? മനുഷ്യന്റെ സ്ഥിതി എന്താണ്? ദൈവവും മനുഷ്യനുമായി ഊഷ്മള കൂട്ടായ്മയ്ക്ക് സാധ്യമല്ലാതെ തീർന്നതിൻ്റെ കാരണം എന്താണ്? ദൈവം അതിനുവേണ്ടി ഒരുക്കിയ പരിഹാരം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, മനുഷ്യത്വം, പാപത്തിന് പരിഹാരമായി പകരക്കാരനായി യാഗമരണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബൈബിൾ അറിവ് വേണം. എനിക്കറിയാൻ വയ്യാത്തൊരു കാര്യം ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നത്? കണ്ടോ? നമ്മളിത് അറിഞ്ഞിട്ടാണോ വിശ്വസിക്കുക? ഞാൻ അന്നേരം അച്ചാൻ പോയി, അച്ചാൻ ജ്ഞാനപ്പെടുമായിരുന്നു, ഞാനപ്പെടും. അച്ചാൻ എല്ലാ ദിവസവും മഴ ജ്ഞാനപ്പെടും, ഞാനങ്ങ് ജ്ഞാനപ്പെട്ടു. അങ്ങനെയല്ല കാര്യങ്ങളുടെ കിടപ്പ്. രക്ഷിക്കുന്ന വിശ്വാസത്തിന് നമ്മുടെ തിങ്കിങ്ങിൽ, നമ്മുടെ റീസണിങ്ങിൽ കാര്യം മനസ്സിലാകണം. ഞാൻ പറയാം, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ എങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിവിടെ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് പലരുടെയും സ്വഭാവം മാറാത്തത്? എന്തുകൊണ്ടാണ് കുടുംബത്തിൽ മാറ്റങ്ങളില്ലാത്തത്? നാം ചിന്തിക്കണം. അത് വചനം പറയുന്ന ഒരു സഭയിൽ വരുന്നു, സുവിശേഷം അറിയാമെന്ന് ഞാൻ ധരിക്കുന്നു, പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് സുവിശേഷം പ്രയോജനപ്പെടുന്നില്ല. അതിന് കാരണം എന്താ? ഒത്തിരി ആളുകൾ പറയുന്നു അവരുടെ ജീവിതം മാറിയെന്നും വലിയ വലിയ മാറ്റങ്ങൾ വന്നുവെന്നും. എത്രയോ അനുഭവങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ബൈബിൾ പറയുന്നു അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകും, പക്ഷെ എനിക്ക് മാറാൻ ഒക്കുന്നില്ല. മാറ്റം വരുന്നില്ലെങ്കിൽ ഞാനത് ഗൗരവമായി ചിന്തിക്കണം. സത്യം നമ്മൾ അറിയണം.
വേദശാസ്ത്രപരമായ സത്യമറിയണം, ഉപദേശപരമായ സത്യമറിയണം. വേദശാസ്ത്രം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഇന്നലെ ഇവിടെ പ്രസംഗിച്ച കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ ചിലർക്ക് അലർജി. വേദശാസ്ത്രം. എൻ്റെ പ്രിയരെ, ബൈബിൾ കേന്ദ്രീകരിച്ച് അടിസ്ഥാനപ്പെടുത്തി ആരെങ്കിലും പ്രസംഗിച്ചാൽ അത് വേദശാസ്ത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സത്യങ്ങൾ നമ്മൾ അറിയണം. അറിയാൻ വേണ്ടിയല്ലേ തിരുവെഴുത്തിൽ ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തലനായ പത്രോസ് പെന്തക്കോസ്ത് എഴുന്നേറ്റ് നിന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റു കേട്ടോ എന്നൊരു വാക്ക് പറയുകയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്, അത് മാത്രം പറയുകയല്ല. യഹൂദന്മാർക്കറിയാമെന്ന തിരുവെഴുത്തുകളിലൂടെ അവർ നിന്ദിച്ച് തിരസ്കരിച്ച, മത്സരത്തോടെ തള്ളിക്കളഞ്ഞ നസ്രയനായ യേശുവാണ് ദൈവത്തിൻ്റെ മശിയ എന്ന് ദൈവവചനത്തിലൂടെ തെളിയിക്കുക. അങ്ങോട്ട് സത്യം അവരുടെ മുൻപിൽ വെക്കുകയാണ്. അവർ ചോദിക്കുകയാണ്, സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? അത് നമ്മുടെ അകത്ത് വരണം. അപ്പൊ ഇതൊന്നും അറിയത്തില്ല. യഹൂദനല്ല, യഹൂദന് ഇതെല്ലാം അറിയാം. യഹൂദന് ഒന്നും അറിയാൻ വയ്യാത്തൊരു ജാതി. അവനോടും ജീവനുള്ള ദൈവമുണ്ട്. ദൈവമാരാണ്? ദൈവമെന്താ മനുഷ്യന് വേണ്ടി ചെയ്തത്? മനുഷ്യന് സുവിശേഷം കൂടാതെ മനുഷ്യന്റെ അവസ്ഥ എന്താണ് എന്നിങ്ങനെ ഒരു കാര്യം വിശദീകരിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ അവൻ ആരെ വിശ്വസിക്കും? എന്ത് വിശ്വസിക്കും? നിങ്ങളെല്ലാം ഞങ്ങളുടെ കൂടെ ചേർന്നു, അത് വിശ്വാസമാണോ? ഇവിടെ നമ്മുടെ ഒരു സുഹൃത്തൊരിക്കൽ പറഞ്ഞു, ഗൾഫിലെങ്ങാണ്ട് ചെന്നപ്പോൾ ജോലി തരാമെന്നും പറഞ്ഞു ധ്യാനപ്പെടുത്തിയെന്ന്. പുള്ളി ധ്യാനപ്പെട്ടു, ആ ജോലി കിട്ടണ്ടേ? എത്ര അപകടമാണ് നടക്കുന്നത്. ഇത് ശത്രുവിൻ്റെ പോരാട്ടമാണ്. നിങ്ങൾ തിരിച്ചു ചോദിക്കും, ഒരാളപ്പം സ്നാനപ്പെടുന്നതിന് പാസ്റ്റർ ഇത്ര എതിരാണോ? സ്നാനപ്പെടുന്നതിനോട് ഞാൻ അനുകൂലമാണ് പ്രിയരെ. രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനപ്പെടേണ്ടത്. രക്ഷിക്കുന്ന വിശ്വാസത്തിന് നമുക്ക് സത്യം അറിയണം, ദ ട്രൂത്ത്. ഇതിനുള്ള ബന്ധത്തിൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാം. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യം. അത് ദൈവം തന്നെ വെച്ചതാകുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടമനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ആ വാക്യം കേട്ടോ, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിക്കും. അപ്പൊ ക്രിസ്തുവിൽ വിശ്വസിപ്പാനും ദൈവം വരം നൽകിയിരിക്കുക. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നമ്മൾ ഞാൻ വിശ്വസിച്ചു, ഞാൻ എന്താ? Saving faith is a gift of God. അത് ദൈവം നമുക്ക് തരും. വചന പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കാര്യങ്ങളുടെ ഒരു വ്യക്തത നമുക്കുണ്ടാകുന്നത്. ആ ഒരു മൊമെന്റിലായിരിക്കും ദൈവത്തിൻ്റെ അത്ഭുതം നമ്മുടെ അകത്ത് നടക്കുന്നത്. ഞാൻ രക്ഷിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് ഇന്ന് 2 കാര്യം പറഞ്ഞു. 3-ാമത്തെ കാര്യത്തിലാണ് അല്പസമയം നിൽപ്പാൻ താല്പര്യപ്പെടുന്നത്. രക്ഷിക്കുന്ന വിശ്വാസത്തിൽ മാനസാന്തരമുണ്ട്. വിശ്വാസത്താൽ നീതീകരണം, വിശ്വാസത്താൽ നീതീകരണം, വിശ്വാസത്താൽ നീതി. വിശ്വസിച്ചാൽ മതിയല്ലേ? ആ വിശ്വസിക്കുന്ന രക്ഷിക്കുന്ന വിശ്വാസത്തിനകത്ത് മാനസാന്തരമുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് പ്രേരണയുണ്ടായി ഈ വിഷയം നിങ്ങളുമായി പങ്കുവെക്കണം.
ആരോ ഒരാൾ എന്നോട് ചോദിച്ചു, അപ്പൊ അബ്രഹാം മാനസാന്തരപ്പെട്ടോ? അതെ, മാനസാന്തരപ്പെട്ടു. രക്ഷിക്കുന്ന വിശ്വാസത്തിനകത്ത് മാനസാന്തരമുണ്ട്. മാനസാന്തരവും വിശ്വാസവും കർത്താവ് തരുന്ന രക്ഷയുടെ രണ്ട് ആസ്പെക്റ്റുകളായി നമ്മൾ മനസ്സിലാക്കണം. നാണയത്തിന്റെ രണ്ട് വശങ്ങളായി. അല്ലാതെ മാനസാന്തരപ്പെട്ടു 6 മാസം കഴിഞ്ഞപ്പോൾ വിശ്വസിച്ചു എന്ന ക്രമമല്ല ബൈബിൾ പറയുന്നത്. മാനസാന്തരവും രക്ഷിക്കുന്ന വിശ്വാസവും കൺവേർഷന്റെ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളായി മനസ്സിലാക്കണം. മാമേ, മാനസാന്തരപ്പെട്ടതായിരുന്നോ? ഓ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ. അതാണ് പ്രശ്നം. വിദേശത്തൊരു രാജ്യത്ത് ഒരു 7 നില കെട്ടിടത്തിന്റെ 7ാം നിലയിൽ ഒരു ക്രാക്ക്, ഒരു വിള്ളൽ, പ്രശ്നമായി. ഇവിടത്തെ പോലല്ല. പണിഞ്ഞവന്റെ കമ്പനി പൂട്ടാൻ അത് മതി. അപ്പോഴത്തേക്ക് എഞ്ചിനീയേഴ്സ് എല്ലാം കൂടെ വന്ന് വലിയ പരിശോധനകളായി. പരിശോധിച്ച് എഞ്ചിനീയേഴ്സ് കണ്ടുപിടിച്ചത് അടിസ്ഥാനത്തിൽ വന്ന പിശകാണ്. അടിസ്ഥാനം തെറ്റിയാൽ 7ാം നിലയിലായിരിക്കും ക്രാക്ക് വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എന്താണ് വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബം അങ്ങോട്ട് ശരിയാകാത്തേ? ഭയങ്കര ആരാധനയാ. ഇതിന്റെ കാര്യം ഇതാണ്, പ്രോപ്പർ ഫൗണ്ടേഷനിലല്ല കെട്ടിടം. സാമൂഹ്യമായി ജീവിക്കുന്നവരാണ് നമ്മൾ. സമൂഹത്തിൽ എന്തുകൊണ്ട് നമ്മുടെ ലൈഫ് ഇമ്പാക്റ്റ് ആകുന്നില്ല? വാട്ട്സ് റോങ് വിത്ത് അസ്? അടിസ്ഥാനത്തിൽ പറ്റിയ പ്രശ്നമാണ് അത്. പക്ഷെ ക്രാക്ക് വെളിപ്പെടുന്നത്, അപ്പം 25-ാം വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, 30-ാം വയസ്സിൽ രക്ഷിക്കപ്പെട്ടു, 60-ാം വയസ്സിലായിട്ട് നിനക്കെന്താ ഗുണപ്പെടാത്തേ? അന്ന് ഈ ഓളത്തിന് ഇറങ്ങിയതാ നീ. അടിസ്ഥാനം ശരിയല്ലായിരുന്നു. വളരെ ഗൗരവമായി എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. പരിവർത്തനം, ആ കൺവേർഷന്റെ 2 ഭാഗങ്ങളാണ് റിപ്പന്റൻസും ഫെയ്ത്തും. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പാപത്തിലേക്കൊരു മനുഷ്യൻ നീങ്ങുകയാണ്. ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുന്നെന്ന്. ഇത് രണ്ടും അവിടെ ഉണ്ട്. മാനസാന്തരം ഉണ്ടോ? യു ആർ ടേണിംഗ് ഫ്രം സിൻ ടു ഗോഡ്. വിശ്വാസം അവിടെ ഉണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് വരണം. അല്ല, ഞാൻ മാനസാന്തരപ്പെട്ടത് 1998 മാനസാന്തരപ്പെട്ട് 2023 രക്ഷിക്കപ്പെട്ടു. പിന്നെ 2050 സ്നാനപ്പെട്ടു. കൊള്ളാം. ഇതാണ് പലരുടെയും ചരിത്രം. അങ്ങനെയല്ല വേദപുസ്തകം പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഏതാണ് ആദ്യം വരുന്നത്? റിപ്പന്റൻസ് വരുമോ, വിശ്വാസം വരുമോ? അങ്ങനെ ചിന്തിക്കുന്നതിനേക്കാൾ ഒരു മനുഷ്യനിൽ ദൈവപ്രവൃത്തി ഉണ്ടാകുമ്പോൾ, തിരുവെഴുത്തിലൂടെ കാര്യം മനസ്സിലായവൻ തിരിയുമ്പോൾ റിപ്പന്റൻസ് വരുന്നു, വിശ്വാസവും വരുന്നു. ആൻഡ് ഗോഡ് ഗിവ്സ് ദാറ്റ്. ദൈവവചനത്തിന് വാസ്തവത്തിൽ വിപരീതമാണ്. എനിക്ക് രക്ഷിക്കുന്ന വിശ്വാസമുണ്ട്, പക്ഷെ അങ്ങനെ മാനസാന്തരപ്പെട്ടതായിട്ടൊന്നും അങ്ങനെ ഓർമ്മ. അത് വേണം.
ന്യൂ ടെസ്റ്റ്മെന്റിന് വിപരീതമായ ആശയമാണത്. റിപ്പന്റൻസ് ആൻഡ് സേവിങ് ഫെയ്ത്ത് ഗോ ടുഗെദർ. എനിക്ക് റിപ്പന്റൻസിനെ കുറിച്ചാണ് പറയാനുള്ളത്. അതിലേക്ക് ഞാൻ ഇങ്ങനെ നിങ്ങളെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. കർത്താവ് പാപികളെ ക്ഷണിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, നോക്കുകയും, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി ഉള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവൻ ആകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. അപ്പൊ കർത്താവ് പാപികളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ കർത്താവ് പറയുന്നത്, ടേക്ക് അപ്പ് മൈ യോക്ക്. കർത്താവിങ്കിലേക്ക് ഒരുവൻ വരുമ്പോൾ ശിഷ്ടായുസ് കർത്താവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലാണ്. ആ അനുഭവമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കർത്താവിൽ നിന്ന് പഠിക്കുക, പഠിച്ചത് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിതത്തിൽ പ്രായോഗികമാക്കുക. മാനസാന്തരം അതിനകത്തോണ്ട് ഏതോ വിട്ട് കർത്താവിലേക്ക് തിരിഞ്ഞിട്ട് നുകത്തിന്റെ കീഴിൽ കർത്താവ് വയ്ക്കുന്ന നുകം പൂർണ്ണമായി അനുസരിക്കുന്നു. കർത്താവിലുള്ള വിശ്വാസവും സേവിങ് ഫെയ്ത്തിൽ വെളിപ്പെട്ട് വരേണ്ടത് ക്ലിയർ ഒബീഡിയൻസ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. വചനമൊന്നും അനുസരിക്കത്തില്ല, പക്ഷെ രക്ഷിക്കുന്ന വിശ്വാസമാണെങ്കിൽ നോൺസെൻസ്. നോക്കി, അപ്പോസ്തല പ്രവൃത്തി 20:21 പൗലോസ് അദ്ദേഹം പ്രസംഗിച്ച ആ പ്രസംഗത്തെ അല്ലെങ്കിൽ സുവിശേഷത്തെ നോക്കി എങ്ങനെയാ പറയുന്നത്? ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്ന് നിങ്ങൾ അറിയുന്നവല്ലോ. രണ്ട് കാര്യവും, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും, രണ്ടും വേണം. മാനസാന്തരമില്ല, എനിക്ക് രക്ഷിക്കുന്ന വിശ്വാസമുണ്ട്, നോ. മാനസാന്തരമില്ല, രക്ഷിക്കുന്ന വിശ്വാസമുണ്ട്. അല്ലെ, രക്ഷിക്കുന്ന വിശ്വാസമുണ്ട്, മാനസാന്തരമില്ല, നോ. കൺവേർഷനിൽ ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ടതാണ്. ശരിയാണ്, നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ചില വാക്യങ്ങൾ അവിടെ നിങ്ങൾക്ക് വിശ്വാസം മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറയാം, വേറെ ചില വാക്യങ്ങളുണ്ട് മാനസാന്തരം മാത്രമേ കാണുകയുള്ളൂ. ബൈബിൾ എഴുത്തുകാര് ഏതെങ്കിലും ഒന്ന് പരാമർശിച്ചാൽ ഇത് രണ്ടും ഉണ്ട്, രണ്ടും ഉൾപ്പെടെയാണ് അവർ ചിന്തിക്കുന്നത്. ബൈബിളിൻ്റെ ആ പൊതു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നവരിൽ മാനസാന്തര അനുഭവം വന്നിട്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടട്ടെ. സുവിശേഷത്തിൻ്റെ സത്യങ്ങൾ എല്ലാ ആഴ്ചയിലും നിങ്ങൾ ഇവിടെ വന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. രക്ഷിക്കുന്ന വിശ്വാസം വ്യക്തിപരമാണ്. രക്ഷിക്കുന്ന വിശ്വാസത്തിന് നോളജ് ആവശ്യമാണ്. ദൈവവചനത്തിലൂടെ രക്ഷിക്കുന്ന വിശ്വാസത്തിൽ മാനസാന്തരമുണ്ട്. ഇവിടെ വന്ന് സുവിശേഷം കേൾക്കുമ്പോഴാണ് എന്നേക്കും പാപത്തോട് വിട എന്നിട്ട് ക്രിസ്തുവിങ്കലേക്ക് തിരിയുന്ന നിങ്ങൾ. ആ അനുഭവം ഇവിടെ ഉണ്ടാകട്ടെ. അല്ലാതെ ഓക്കെ നമുക്ക് വേണമെങ്കിൽ സ്നാനപ്പെട്ടേക്കാം, പിന്നെയും പഴയ പോലൊക്കെ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ പ്രിയരെ? നമ്മൾ ഏതെങ്കിലും ഒരു സമുദായ പള്ളി വിടുന്നതല്ല രക്ഷ. ആരെയോ പ്രസാദിപ്പിക്കാൻ നമ്മൾ ചെയ്തതല്ല രക്ഷ. രക്ഷിക്കുന്ന വിശ്വാസത്തിൽ നാം മനസ്സിലാക്കണം, മാനസാന്തരം ഉൾപ്പെടെയാണ്. അപ്പം പുതിയ നിയമ എഴുത്തുകാർ മനസ്സിലാക്കിയത് ജെന്യുവിൻ റിപ്പൻറ്റൻസ്
ജെനുവിൻ ഫെയ്ത്ത്, ഇത് ഒരുമിച്ച് പോകുന്നതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും റിപ്പൻറ്റൻസ് മാത്രമായിട്ടും ഒക്കെ ചിലയിടങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത്. കാരണം അതിനകത്ത് രക്ഷിക്കുന്ന വിശ്വാസവും അവര് ഉൾപ്പെടുന്നതായിട്ട് അവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഈ രക്ഷിക്കുന്ന വിശ്വാസം നമ്മുടെ ജീവിതത്തെ മുഴുവനും റീറൗട്ട് ചെയ്യുന്നതാണ്. മനസ്സിലാക്കണം അത്. എന്ന് പറഞ്ഞാൽ ഞാൻ വാക്യങ്ങൾ വായിക്കാം, നിങ്ങൾക്ക് അറിയാമെന്ന് വായിക്കാം. എല്ലാം അറിയാമെന്നുള്ളതാണ് വേറൊരു പ്രശ്നം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അത് ദൈവം ചെയ്യുന്ന കാര്യമാണ്. ദൈവം മാത്രം ചെയ്യാൻ കഴിയുന്നതാണ്. മരിച്ചു കിടക്കുന്ന ആളിനെ ദൈവം എന്താ? മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം ആത്മീകമായിട്ട് അത് ചെയ്തു. 2-ാം വാക്യം, അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും, അപ്പൊ നമുക്ക് മുൻപുണ്ടായിരുന്ന അനുഭവം ഇതാ, ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അങ്ങനെ ഒരു കാലം നമുക്കുണ്ട്. പിശാചിന്റെ ആധിപത്യമായിരുന്നു നമ്മുടെ മേൽ. ബോധിച്ചതുപോലെ ജീവിച്ച ഒരു കാലം. 3-ാം വാക്യം, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തതുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, സുവിശേഷം കേട്ടു, മാനസാന്തരവും രക്ഷിക്കുന്ന വിശ്വാസവും ഉണ്ടായപ്പോൾ ഈ റൂട്ടിലല്ല പിന്നെ യാത്ര. റൂട്ട് മാറിയോ? പണ്ട് നല്ല കള്ളം പറയുമായിരുന്നു. ഇപ്പൊ അത്രയും പറയത്തില്ല, ഒന്ന് മയപ്പെടുത്തിയൊക്കെ ഒരു സൂത്രം പോലൊക്കെ പറയത്തേ ഉള്ളൂ. നോ, സംതിങ് ഈസ് സീരിയസ്ലി റോങ്. നേരത്തെ ഒരു മുൻകാല അനുഭവമുണ്ട്. മാനസാന്തരവും രക്ഷിക്കുന്ന വിശ്വാസവും വ്യാപരിച്ചു. പിന്നെയും കൽദയരുടെ പട്ടണമാകുന്ന ഊരിൽ തമ്പടിച്ച് നിൽക്കുകയല്ല. യു ഗെറ്റ് ഔട്ട്. ഈ മാനസാന്തരം വന്നിട്ടുണ്ടോ? ദൈവത്തിലേക്ക് പൂർണ്ണമായി തിരിയുക, മാനസാന്തരം. ദൈവത്തിൽ പൂർണ്ണമായി അടുത്തു വരിക, എന്നിട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ ജീവിച്ച ശൈലിയിൽ നിന്ന് കംപ്ലീറ്റ്ലി വ്യത്യസ്തമാണ്. നേരത്തെ ഉണ്ടായിരുന്ന ചങ്കാദികളല്ല ഇപ്പോൾ ഉള്ളത്. നേരത്തെ പറഞ്ഞ കളിതമാശകളല്ല ഇപ്പോൾ. ആ ശൈലി മുഴുവൻ പോയി. അതെന്താ? എ ഡിഫറെന്റ് റൂട്ട് ആണോ? ഒരിക്കൽ പാപത്തിന്റെ വഴിയിൽ, അശുദ്ധിയുടെ വഴിയിൽ നടന്ന ഞാൻ സുവിശേഷം എന്ത് ചെയ്തു? വിശുദ്ധിയുടെ പാതയിൽ നടക്കുവാൻ കൃപ തരുന്നു. അതാണ് ശരിക്കും നടക്കേണ്ടത്. നരകത്തിലേക്ക് ഒരിക്കൽ പോയിക്കൊണ്ടിരുന്നയാൾ സ്വർഗത്തിലേക്ക് പോകുന്നു. എങ്ങനെ ഇത് സംഭവിച്ചു? കംപ്ലീറ്റ് ടേൺ അബൌട്ട്. ഇതാണ് മാനസാന്തരവും രക്ഷിക്കുന്ന വിശ്വാസവും കൂടെ ചെയ്തത്. കൺവേർഷൻ ഉണ്ടായി. സ്തോത്രം. ഇവിടെ നന്നായിട്ടിരിക്കും, എന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പം ആരാ നീ സംഭവം? എൻ്റെ മോനെ, വെറുതെ തന്നെത്താൻ വഞ്ചിക്കുന്ന. ഇതിലും നല്ലത് ആ വിട്ടേച്ച് പോകുന്ന ഇടത്ത് വല്ലവും സന്തോഷമായിട്ടിരിക്കുന്നതല്ലേ. മാതാപിതാക്കളെ, എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്,
കുഞ്ഞുങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഭാവിയിലുള്ള ആഗ്രഹം? PR എടുക്കണം. നിന്റെ മോൻ, നിന്റെ മോൾ ശരിക്കും ക്രിസ്തുവിനെ അനുഭവിക്കുന്നുണ്ടോ, അതോ പാരമ്പര്യമായി നീ കൊണ്ട് മുക്കി പെന്തിക്കോസിലാക്കിയതാണ്? അടിസ്ഥാനം തെറ്റിയാൽ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഫ്ലോറുകൾ ഇങ്ങനെ പണിയുക, ക്രാക്ക് വീഴും. മാതാപിതാക്കളാണ് ഏറ്റവും വലിയ കൾപ്രിറ്റ്സ് കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകാൻ. കാരണം നിങ്ങളുടെ അകത്തിരിക്കുന്ന പണക്കൊതിയാണ് അവരെ ഓരോ രാജ്യങ്ങൾ, അതാണ് മെയിൻ കാര്യം. It is not to tell them about the kingdom of God, not to tell them about Jesus Christ. അതല്ല നിങ്ങളുടെ വിഷയം. അതൊക്കെ നമുക്ക് ഏത് രാജ്യത്തും ചെന്നാലും യേശുവൊക്കെ ഉണ്ട്, അതുണ്ട്. അല്ല, യേശു കേരളത്തിൽ കുമ്പനാട്ട് മാത്രം പരിമിതപ്പെട്ടിരിക്കുകയല്ല. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ശരിക്കും നിങ്ങളുടെ മക്കൾ, യൗവനക്കാര് രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ ചെല്ലണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വില കൊടുത്തേനെ. നിങ്ങൾ കൊടും പാപമാണ് ചെയ്തത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്നെ മനസ്സിൽ ഓർത്തു, ഇവിടെ യൂത്ത് മീറ്റിംഗ് അല്ല വേണ്ടത്, മാതാപിതാക്കളുടെ മീറ്റിംഗാണ് വേണ്ടത്. ഈ പണക്കൊതിയാണ് ഈ കുഞ്ഞുങ്ങളിൽ പറഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അവിടെ മാനസാന്തരവും രക്ഷിക്കുന്ന വിശ്വാസമൊന്നുമല്ല. എടാ, രക്ഷിക്കുന്നത് ഇംഗ്ലണ്ടാടാ, രക്ഷിക്കുന്ന നീ കാനഡയിൽ പോണോടാ, ന്യൂസിലൻഡിൽ പോണോടാ. പപ്പ അവിടെ കിട്ടത്തില്ല. എടാ, നീ ഓസ്ട്രേലിയയിലേക്ക് ചാടറ, അവിടുന്ന് വള്ളം കയറി വള്ളത്തിൽ പോകണം. ബൈബിളിൽ അടങ്ങിയിരിക്കുന്ന ഈ മുത്തുകളെ പറക്കുവാൻ, കുടുംബ പ്രാർത്ഥനയിലിരുന്ന കുഞ്ഞുങ്ങൾക്കൊന്ന് ചൊല്ലിക്കൊടുക്കാൻ, പണ്ട് നമ്മുടെ കർത്തൃദാസൻ ടോംസ് ഇവിടെ പറഞ്ഞതുപോലെ, ഇവിടെ നുറുക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനത്തെ അവിടെ കുറച്ചുകൂടെ ഒന്ന് നുറുക്കിയ കുഞ്ഞുങ്ങളിൽ പകരാൻ, അതല്ലല്ല വിഷയം. അങ്ങനെ ചുമ്മാ ഉപവാസവും പ്രാർത്ഥനയും റോമാലേഖനം കൊണ്ടിരുന്നാല് അതാ ചിലരുടെ ശാസ്ത്രം. നമുക്ക് വല്ലതും കഴിക്കണ്ടേ? പിള്ളേർക്കൊരു ഭാവിയില്ലേ? റോമാലേഖനത്തെക്കാട്ടിൽ വലുതാണ് പിള്ളേരുടെ ഭാവി. ചെല്ല്. കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുക. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ വേറെ ആരുടെ മക്കളെ തരണം, നിങ്ങൾ അവരവരുടെ മക്കളെ ഓർത്ത് കരയുക. നമുക്ക് വലിയ ഇൻട്രസ്റ്റാണ് വേറൊരാളുടെ ഇവിടെ പോയി കരിയില മുക്കി നിൽക്കുന്നത്. അവിടെ കരിയിലും എവിടെയാണെന്ന് വെച്ചാൽ പോട്ട്. അവരവരുടെ കുഞ്ഞുങ്ങളെ ഓർക്കുക. ദൈവകൃപയിലാണോ? പഴയ നിയമം തൊട്ടേ മാനസാന്തരത്തിൻ്റെ കാര്യങ്ങൾ ധാരാളം നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയും. പ്രവാചകന്മാരെല്ലാം പ്രസംഗിച്ചത് മാനസാന്തരമാണ്. അല്ല ഇന്നത്തെ പോലെ തകിട് മാന്താനും ഇതൊന്നുമല്ല. പഴയ നിയമ കാലഘട്ടത്തിലെ പ്രവാചകന്മാർ പ്രവചിച്ചത് മാനസാന്തരത്തിൻ്റെ ദൂതാണ്. മാനസാന്തരം ബൈബിളിൽ ഒരു പ്രധാനപ്പെട്ട ഉപദേശ സത്യമാണ്. മാനസാന്തരം ഉള്ളിൽ നടക്കുമ്പോൾ ബാഹ്യമായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നത് വസ്ത്രങ്ങളെ കീറുക, നിലവിളിക്കുക, ചാരമൊക്കെ തേക്കുക. യോവേൽ പ്രവചനം 2:12-13 വാക്യം പരിചയമുള്ള വാക്യം. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കലേക്ക് തിരിവീനെന്ന് യഹോവയുടെ അരുളപ്പാട്. വരുന്ന പ്രവാചകൻ ഇത് പറയാറുണ്ടോ? പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കലേക്ക് തിരിയുക. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി
നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. നിങ്ങൾ തിരിഞ്ഞാൽ ദൈവം നിങ്ങളുടെ മേൽ കടാക്ഷിക്കും, കരുണ ചൊരിയും. ഉപവസിച്ചും പ്രാർത്ഥിച്ചും തിരിയ മാനസാന്തരപ്പെട്. ഞാൻ 2 വാക്യം വായിച്ചതാ യോവേൽ പ്രവചനത്തിൽ നിന്ന്. നിങ്ങൾ പഴയ നിയമം പരിശോധിക്കുക. പഴയ നിയമ കാലഘട്ടം കഴിഞ്ഞ് മത്തായി 3:2 ജോൺ ദ ബാപ്റ്റിസ്റ്റ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. മാനസാന്തരവും രക്ഷിക്കുന്ന വിശ്വാസവും ഒരുമിച്ച് കൺവേർഷനിൽ ഉണ്ടാകുന്നതാണ്, ദൈവത്തിന്റെ ദാനമാണ് എന്ന് പറഞ്ഞ ശേഷം ഞാൻ ഈ മാനസാന്തരത്തിൽ ഒന്ന് നിൽക്കുകയാണ്. ഇതിന് പ്രാധാന്യത കണ്ടോ? പഴയ നിയമ പ്രവാചകന്മാർ അതാണ് പ്രവചിച്ചത്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് പറഞ്ഞത് അതാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ 1-ാം വരവിന് മുന്നോടിയായി വന്ന് ജനഹൃദയങ്ങളെ ഒരുക്കുന്നത് മാനസാന്തരത്തിന്റെ ദൂത് പറഞ്ഞാണ്. നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവ് രംഗപ്രവേശനം ചെയ്തപ്പോൾ അവിടുന്ന് എന്താണ് പറഞ്ഞത്? മാർക്കോസ് 1:15 കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. മാനസാന്തരം വിശ്വസിക്കുക. ലൂക്കോസ് 5:32 കർത്താവായ യേശുക്രിസ്തുവിന്റെ മിഷനെ കുറിച്ച് എന്താണ് പറയുന്നത്? ലൂക്കോസ്, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നമുക്ക് കിട്ടിയ സുവിശേഷം യേശു വന്നിരിക്കുന്നത് നമുക്ക് ലേറ്റസ്റ്റ് വണ്ടി തരാൻ. വാഗ്ദത്തങ്ങളുടെ കലവറ ഇതാ എനിക്ക് വേണ്ടി തുറന്നു. പക്ഷേ നിഴലുകളിട്ട് കാർമേഘ പടലം പോലെ വ്യാപരിച്ച് പോരാടി നിൽക്കുന്ന ചില ശക്തികളുണ്ട്. എന്താണ് വിഷയം? കിട്ടാൻ പോകുന്ന ടൊയോട്ട വണ്ടി ഇങ്ങോട്ട് കിട്ടുന്നില്ല. ഞാൻ പോരാടി പ്രാർത്ഥിക്കുക. വേറെ പണിയില്ലേ നിങ്ങൾക്ക്? ഇതൊക്കെയാ വാഗ്ദത്തം. കർത്താവ് എന്തിനാ വന്നത്? പാപികളെ അത്ര മാനസാന്തരത്തേക്ക് വിളിപ്പാൻ വന്നിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ജീസസ് came so that sinners would repent. ലൂക്കോസ് 13:5 അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. തിരുവെഴുത്തിൻ പ്രകാരം കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഗ്രേറ്റ് കമ്മീഷൻ കൊടുത്തപ്പോൾ എന്താണ് അപ്പോസ്തലന്മാരോട് പ്രസംഗിക്കാൻ പറഞ്ഞത്? ലൂക്കോസിന്റെ സുവിശേഷം 24:47 വാക്യം, അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതാണ് വിടവാങ്ങൽ ദൂത്. പരസ്യയോഗത്തിനിറങ്ങി എന്താണ് പറയുന്നത്? പരസ്യയോഗത്തിനിറങ്ങി എന്തും പറയാം. പറയേണ്ടത് എന്താ? പക്ഷെ ഇത് പറഞ്ഞൊരു ഗുമ്മില്ല ബ്രദറെ. ഇതാണ് പറയേണ്ടത്. ആളുകൾ മാനസാന്തരപ്പെടണം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഏറ്റവും അവസാനം ദൈവസഭയോട് പറഞ്ഞ ദൂതെന്താ? ലവോദിക്ക സഭയോട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. Repent. ചെയ്യുന്ന പാപത്തിന്റെ പ്രവൃത്തിയോട് വിടപറ. രക്ഷകനായ യേശു നിന്നെ രക്ഷിക്കും. അതും ഇതും എല്ലാം കൂടെ നടക്കത്തില്ല. മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിയണം. വീട്ടിൽ മാതാപിതാക്കളുടെ മുൻപിൽ ഒരു കളറ്, സ്കൂളിലും കോളേജിലും ചെല്ലുമ്പോൾ വേറൊരു കളറ്. അത് മാനസാന്തരമല്ല. അത് മാനസാന്തരമല്ല. അതൊരു ചെറിയ ഫരീസേൻ്റെ ഒരു സംഭവം ഇങ്ങനെ വ്യാപരിക്കുന്നതാണ്.
സ്തോത്രം. ഒരു ഹോംവർക്കായിട്ട് തരിക. അപ്പോസ്തല പ്രവർത്തികൾ 28 അധ്യായം 19 പ്രസംഗങ്ങളുണ്ട്. അതിൽ അവരുടെ പ്രസംഗ വിഷയം കർത്താവാണ്. ജീസസ് സെൻറ്റേർഡാണ്, ക്രൈസ്റ്റ് സെൻറ്റേർഡാണ്. എന്നിട്ട് അവർ ആഹ്വാനം കൊടുത്തത് എന്തിനാ? റിപ്പന്റ്. റിപ്പന്റൻസ് ഇല്ലാതെ എന്താ സേവിങ് ഫെയ്ത്ത്? ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ കർത്താവിനെ നീതീകരിച്ചിരിക്കുന്നു. സാറേ, റൂട്ട് മാറിയിട്ടുണ്ടോ ജീവിതത്തിൽ? അത് അങ്ങനെ ജീവിക്കാനൊക്കെ ഒക്കുമോ പാസ്റ്ററെ? കണ്ടോ, വിധം വിട്ടു, കാര്യം വിട്ടു, എല്ലാം വിട്ടു. മാനസാന്തരവും രക്ഷിക്കുന്ന വിശ്വാസവും ഒരുമിച്ച് വരണം. അപ്പോസ്തലർ പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് ദിവസം അഭിഷക്തനായ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചത് ഓർക്കുന്നില്ലേ? 2-ാം അധ്യായം 14 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിലാണ് ശക്തമായ ഒരു പ്രസംഗം. 37-ാം വാക്യത്തിൽ അവർ ചോദിക്കുകയാണ്, സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? കാരണം പറഞ്ഞ വചനങ്ങൾ അവർക്ക് ഒരു ദൈവാത്മാവിൻ്റെ പ്രവൃത്തി ഉണ്ടായ കുത്തുകൊണ്ടു. ഉടനെ പറയുന്നത് എന്താ? ഞായറാഴ്ച യോഗത്തിന് വന്നാൽ മതി, നമ്മളിവിടെ സഭ തുടങ്ങുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഏതാ? ആ സിനഗോഗിലാന്ന്? ഓ, എനിക്ക് ആ സിനഗോഗിൻ്റെ നേതാവിനെയൊക്കെ അറിയാം. ചുമ്മാ ഞങ്ങളുടെ പോരെ, ഒത്തിരി കാര്യങ്ങൾ കാണാം. ഇതല്ല പറഞ്ഞത്. സഭയെ വെറുതെ ആൾ കൂട്ടിയിട്ടൊന്നും ഇവിടുന്ന് ഒന്നും സാധിക്കാനില്ല. പത്രോസ് ആത്മനിറവിൽ പറഞ്ഞത് എന്താ? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും വലിയ പാപമാണ് അവർ ചെയ്തത്. ദൈവത്തിന്റെ പുത്രനെ അവർ ക്രൂശിച്ചു. പക്ഷെ പത്രോസ് പറയുന്നത് there is hope for the greatest criminal. എന്ത് ചെയ്യണം? തിരിയണം, മാനസാന്തരപ്പെടണം. ബോധപൂർവം എനിക്ക് ആ മാർഗം, എനിക്ക് ആ വഴി വേണ്ട എന്ന് വെച്ച് തിരി. എങ്ങോട്ട്? ദൈവത്തിങ്കലേക്ക്. ട്രസ്റ്റ് ഇൻ ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇനിയും തയ്യാറാണോ? ഇപ്പോഴാണ് കാതലായ വിഷയത്തിലേക്ക് വരാൻ പോകുന്നത്. മാനസാന്തരം എന്ന വാക്കിൻ്റെ അർത്ഥമെന്താ? ബ്രദറെ, മാനസാന്തരപ്പെട്ടോ എന്ന് പറഞ്ഞ പെന്തിക്കോസിൽ പോയോ? നല്ല ചോദ്യം. മോളെ, നീ ഒരു മാനസാന്തരമൊക്കെ ഉണ്ടോ? ഞങ്ങൾ NLAG-ലാവുമെന്ന്. പണ്ടൊരിക്കൽ ഒരു പാസ്റ്ററുടെ മോനോട് ചോദിച്ചു, രക്ഷിക്കപ്പെട്ടോ? ഞാൻ പാസ്റ്ററുടെ മോനാന്ന് പറഞ്ഞു. അതാണോ രക്ഷിക്കപ്പെട്ടത്? മാനസാന്തരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഞാൻ സൂചിപ്പിച്ചതുപോലെ കൺവേർഷന്റെ ഒരു ക്രിട്ടിക്കൽ എലിമെന്റ് ആണ്, അത്യാവശ്യമുള്ള ഒരു എലിമെന്റ് ആണ് മാനസാന്തരം. പരിവർത്തനത്തിന്റെ നിർണായക ഘടകമാണ് മാനസാന്തരം. എന്താണ് ഇതിന്റെ അർത്ഥം? ആവർത്തിക്കാം ഒന്നുകൂടെ. യഥാർത്ഥ മാനസാന്തരം രക്ഷിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നതല്ല. പരിവർത്തനത്തിൽ, അല്ലെ കൺവേർഷനിൽ പ്രധാനമായി ഈ 2 ഘടകങ്ങൾ ഉണ്ട്. മെറ്റനോയിയ എന്ന പദപ്രയോഗത്തിൽ നിന്ന് സാധാരണയായി നമ്മൾ കേൾക്കും മനസ്സ് മാറുക. കുഴപ്പമില്ല. എന്നാൽ വേദപുസ്തകം അർത്ഥമാക്കുന്നത് അത് മാത്രമല്ല എന്ന കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നോട്ട് ജസ്റ്റ് എ ചേഞ്ച് ഓഫ് മൈൻഡ്, പിന്നെന്താ? എ ചേഞ്ച് ഓഫ് പർപ്പസ്. ഉദ്ദേശത്തിന് തന്നെ മാറ്റമുണ്ടാകണം. പ്രത്യേകിച്ച് പാപത്തിൽ നിന്നുള്ള തിരിവ്. പാപത്തെക്കുറിച്ച് എൻ്റെ കാഴ്ചപ്പാട് മാറുന്നത് മാത്രമല്ല,
മാനസാന്തരപ്പെടുന്ന ആള് ആ റൂട്ടല്ല, പിന്നെ ആള് തിരിയുകയാണ്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം തന്നെ മാറുകയാണ്. ഇതാണ് മാനസാന്തരത്തിൽ നടക്കേണ്ടത്. കർത്താവായ യേശുക്രിസ്തു ഈ മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ മാനസാന്തരം പഴയ ജീവിതത്തെ നിരാകരിക്കാനും രക്ഷയ്ക്കായി ദൈവത്തിലേക്ക് തിരിയാനും ആവശ്യപ്പെടുകയാണ്. ആ അർത്ഥത്തിലാണ് കർത്താവ് മാനസാന്തരം ഉപയോഗിക്കുന്നത്. പഴയ ലൈഫ് നോ മോർ. 35 വർഷമായി രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നവൻ ഇന്നും ഭാര്യയെ ഇടിക്കുന്ന പുള്ളിയുണ്ട്, ഭാര്യയോട് കയ്പായിരിക്കുന്ന പുള്ളിയുണ്ട്. എന്തോന്ന് മാനസാന്തരം നിനക്ക്? എന്തിനു നീ സമുദായം വിട്ടു? അവിടെ കയറാനൊക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വിശാലത പെന്തിക്കോസ്തുകാർക്കുണ്ട്. നമ്മുടെ ഹൃദയം വിശാലമാണ്. പ്രൈസ് ദി ലോർഡ്. പള്ളിക്കാരൻ്റെ കാണിക്കയിൽ നിന്ന് മോട്ടിച്ചെടുത്ത് ഇപ്പുറത്ത് ചാടി, എന്നിട്ട് രക്ഷിക്കപ്പെട്ടതുപോലെ അവന് നമ്മൾ പറഞ്ഞു പോര് 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 പോര്. അവനിവിടെ കാണിക്ക മാത്രമല്ല, നിങ്ങൾക്ക് പഴയ ആളുകൾക്കൊക്കെ അറിയാം, ഇവിടുത്തെ കണക്ക് ബുക്ക് ഒരുത്തം മോട്ടിച്ചുകൊണ്ട് പോയിരിക്കുക. ഞാൻ എന്ത് തപ്പിയെന്നറിയാമോ? ലോക ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? അക്കൗണ്ട്സ് ബുക്ക് അടിച്ചുകൊണ്ട് പോക്കളഞ്ഞു. ഏതായാലും ദൈവം രക്ഷിച്ചു. കാരണം അതിനു മുമ്പ് ടാക്സ് എല്ലാം ഫയൽ ചെയ്ത് എല്ലാ കാര്യവും അക്കൗണ്ട്സ് ക്ലിയർ ആയിരുന്നു. അല്ലായിരുന്നെങ്കിൽ ആളുകൾ ഓർത്തനെ ഉപദേശിച്ചെങ്ങാണ്ട് കൊണ്ട് വെച്ചതാണ്. ദൈവം രക്ഷിച്ചു. എന്നാലും അങ്ങനെയുള്ള പുള്ളികളും ഉണ്ട്. ഓൺലൈനിലുള്ളവർ ഓർക്കുക, യോ അങ്ങനെയുള്ളവരുണ്ടോ? ഓൺലൈനിലുള്ളവർ കേൾക്കണം, എല്ലാ ടീമും ഉണ്ട്. എന്താ അതിൻ്റെ കാര്യമെന്നും പറയാം. മാനസാന്തരം ഇല്ല, അടിസ്ഥാനം ഇല്ല. എവിടുന്നോ ഓടിച്ചു വെച്ച് അകത്ത് പെന്തിക്കോസിൽ കയറിയതാ. കാരണം ഇവിടെ ആർക്കും ചേരാം. നല്ല കാര്യമാ, പോരെ. പക്ഷെ മാനസാന്തരം വരുമ്പോൾ മോട്ടിച്ചാ വന്നതെങ്കിൽ തിരിച്ചാ കാശ് കൊണ്ട് കൊടുക്കണം. അതാണ് യഥാർത്ഥ മാനസാന്തരം. അല്ലേ കൊള്ളാം, ഷെയ്ക്കന്മാരെ കമത്തി അടിച്ചേച്ച് നാട്ടിൽ വന്ന ഗൾഫുകാരുണ്ട്, എന്നിട്ട് ഇവിടെ വന്ന കർത്താവ് എല്ലാവരും ക്ഷമിക്കണം. പിന്നെ കർത്താവ് ക്ഷമിച്ചു. പിന്നെ നമ്മൾ ഇവിടുത്തെ ഒരു സെക്രട്ടറിയൊക്കെ ആയിട്ട് അടിച്ച് ഭിന്നിച്ച ആളൊക്കെ നോ. ഷെയ്ക്കനെ വിളിച്ച് പറയണം, ഞാനിപ്പോൾ വിശ്വാസിയാണ്, പെന്തിക്കോസി വന്നു, ഞാനിവിടെ FD ആയിട്ട് ഇട്ടേക്കുന്ന മൊത്തം തിരിച്ചു തന്നേക്കാം. അതാ കാര്യം. അല്ലേൽ പരിപാടി നടക്കത്തില്ല. ആരും പറയത്തില്ല ഇത്. കാരണം എല്ലാവർക്കും ചില്ലറ കൊടുത്താൽ മതി, ആരും ഇത് പറയത്തില്ല. പക്ഷെ ഞാൻ കറക്റ്റ് കാര്യം പറയാണ്. എവിടുന്നെങ്കിലും എന്തെങ്കിലും മോട്ടിച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ മാനസാന്തരം നടന്നാൽ കൊടുക്കേണ്ട തിരിച്ചു കൊടുത്തോളാം. വസ്തുവിൻ്റെ കല്ല് മാറ്റി വെച്ചിട്ടുണ്ടോ? അവരുറങ്ങാടി, ഇപ്പം അങ്ങോട്ട് നാട്ടിയേക്കാം. തമ്പുരാൻ ജാഗരിക്കുക. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. രാത്രിയിൽ ടോർച്ച് പഠിച്ചുകൊണ്ട് പോയി മാറ്റിവെച്ച പെന്തിക്കോസുകാരാ, ഇത് സ്വർഗം കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? മാനസാന്തരം വരുമ്പോൾ നേരെ തിരിയും. അതാണ് ക്രിസ്ത്യൻ ലൈഫ്. കർത്താവ് ആ അർത്ഥത്തിലാണ്. അല്ലാതെ പഴയ ജീവിതവും ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ പുതിയ ജീവിതവും കൂടെ ഒരുമിച്ച് മിക്സായി കിടക്കുന്ന അനുഭവം അല്ല വേദപുസ്തകം വിഭാവന ചെയ്യുന്ന മാനസാന്തരം. യു സേ ഗുഡ് ബൈ ടു ദി ഓൾഡ് ലൈഫ്. സമയം മുന്നോട്ട് പോകുന്നു. ഞാൻ ഒരു വാക്യം വായിച്ച് 3 കാര്യം പറഞ്ഞ് നിർത്താം. 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. ഈ വാക്യം ദൈവമക്കള് ഒന്ന് ശ്രദ്ധിക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ്.
നോക്കി എന്തെല്ലാം കാര്യമാണ് മാനസാന്തരത്തിലുള്ളത്. തെസ്സലോനിക്കക്കാരുടെ മാനസാന്തരത്തെക്കുറിച്ച് പോൾ പറയുക, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചതിൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. ഞാനിതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയൂടെ വായിക്കാം. For they themselves report what kind of reception you gave us. They tell how you turned to God from idols to serve the living and true God. മാനസാന്തരത്തിലെ നിർബന്ധമായി കാണേണ്ട 3 ഘടകങ്ങളെക്കുറിച്ച് ഈ വാക്യത്തിലുണ്ട്. 1, ടേണിംഗ് ടു ഗോഡ്, ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞുവെന്ന്. You turn to God. 2, a turning from evil. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ടാണ് ദൈവത്തിങ്കിലേക്ക് തിരിയുക. ഈ 2 വേണം. 2 കാര്യം. 1, ദൈവത്തിങ്കിലേക്ക് തിരിയുക. 2, വിഗ്രഹങ്ങളെ വിട്ട്. 3, 9-ാം വാക്യമാണ് മലയാളത്തിൽ. ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ, ടു സെർവ് ദ ലിവിങ് ആൻഡ് ട്രൂ ഗോഡ്. ഈ 3 ഘടകങ്ങൾ ശരിയായ ട്രൂ റിപ്പൻറ്റൻസിൽ ഉണ്ടാകണം. പണ്ടത്തെ ജീവിതശൈലിയും പാപവും എല്ലാം വിട്ടാണ് തിരിയുന്നത്. എങ്ങോട്ട്? ദൈവത്തിങ്കലേക്കാണ് തിരിയുന്നത്. എന്നിട്ട് തുടർന്ന് ദൈവത്തെ അനുസരിച്ച് സെർവ് ചെയ്യുക. 3 elements of true repentance. അല്ലാതെ ഏതെങ്കിലും ബന്ധിക്കോസ് എന്ന് മെമ്പർഷിപ്പ് ഫോം എടുത്തേച്ച് ഉള്ള വഴക്കിനും വയ്യാവേലിക്കും വേണ്ടാധീനത്തിനും എല്ലാം ഉണ്ട്. ഞാനും ബന്ധിക്കോസില്ല. എന്തോ ബന്ധിക്കോസായി. ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ ഇപ്പോൾ ചർച്ചകളിൽ ഇല്ലാതെ പോയി. മാനസാന്തരത്തിന്റെ ദൂതുകൾ നമ്മുടെ കൺവെൻഷനുകളിൽ നിന്ന് പോയി. ആളുകൾക്ക് ഈ മാനസാന്തരം എന്താണെന്നറിയില്ല. ചില ആളുകൾ ചിന്തിക്കുന്ന വെള്ളം ഉടുപ്പെടുന്നതാണ് മാനസാന്തരം, മീശ പഠിക്കുന്നതാണ് മാനസാന്തരം, ആഭരണം ഊരുന്നതാണ് മാനസാന്തരം, അവന്മാരോട് ചേരുന്നതാണ് മാനസാന്തരം. ഇതൊന്നും അല്ല മാനസാന്തരം. മാനസാന്തരത്തിലെ 3 ഘടകങ്ങൾ കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇത് സംഭവിച്ചിട്ടുണ്ടോ? എന്താ വർത്തമാനമായി ഇപ്പൊ വായിന്ന് വരുന്നത്? ചിന്തിച്ചിട്ട് തിരിയ, ന്യായീകരിക്കല്ലേ. ചില ആളുകൾ അങ്ങനെ, എല്ലാം ഞാൻ ചെയ്യുന്നതെല്ലാം കറക്റ്റ്, എല്ലാം കറക്റ്റ്. ഇന്നലെ പറഞ്ഞ കള്ളമല്ലയോ? അതിപ്പോ എന്നെ കൊണ്ട് പറയിപ്പിച്ചല്ലേ. എല്ലാത്തിനും നമ്മളാ ന്യായീകരണം. വഴക്കുണ്ടാക്കിയാലും നമ്മൾ ശരി, തെറ്റ് പറഞ്ഞാലും അതും നമ്മൾ ശരി, എല്ലാം നമ്മൾ ശരി. വലിയ പാടാ. ദൈവത്തിന് നമ്മളോടുള്ള മനസ്സലിവായത്. എല്ലാ ആഴ്ചയിലും ജീവിതത്തെ ശോധന ചെയ്യാൻ ദൈവം നമുക്ക് നമ്മുടെ തലമുറകൾക്ക് കിട്ടുന്ന അവസരമായി തന്നെ നിങ്ങൾ പരിഗണിക്കുക. ശരിക്കും ഈ 3 ഘടകങ്ങളില്ലാത്ത മാനസാന്തരം യഥാർത്ഥ മാനസാന്തരമല്ല. ശരിയായി മനസ്സ് മാറുകയാണെങ്കിൽ ലക്ഷ്യം മാറും, ഉദ്ദേശം മാറും. അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഇൻ എ വണ്ടർഫുൾ ചേഞ്ച്ഡ് ബിഹേവിയർ. സ്വഭാവം മാറും. ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെട്ട് നിൽക്കും. ഭർത്താവ് ഭാര്യയെ സ്വന്തം ശരീരത്തെ പോലെ പിന്നെ സ്നേഹിക്കും. മക്കളെ പിന്നെ കോപിപ്പിക്കത്തില്ല മാതാപിതാക്കൾ. മക്കള് മാതാപിതാക്കളെ ബഹുമാനിക്കും. ജോലി സ്ഥലത്ത് ചൂണ്ടുകല്ല കാര്യങ്ങൾ വിശ്വസ്തയോടെ അവിടെ ജോലി ചെയ്യും. ചേഞ്ച്ഡ് ഹാർട്ട്.
അയൽവാസികളുമായിട്ടുള്ള ബന്ധം മാറും. അതെന്താ അയൽവാസികളുമായിട്ട്? കാരണം ഇതിനകത്ത് വന്നപ്പോൾ തൊട്ടേ പറയുന്ന അയൽവാസി തരുന്നതിനകത്ത് ഏതാണ്ട് കൂടോത്രമുണ്ട്. എന്തൊരു പ്രശ്നമാണോ ഇത്? പെന്തിക്കോസി വരുന്നതിന് മുമ്പ് ഇതൊന്നും ഇല്ലായിരുന്നു. എല്ലാവരുമായിട്ട് സൗഹൃദം. പെന്തിക്കോസി വന്നു കഴിഞ്ഞാൽ അവൻ നിനക്കെതിരെ ചെയ്യുന്നു, ഇവരും ചെയ്യുന്നു, മുന്നിലുള്ള പുള്ളിയും ചെയ്യുന്നു. ഈ ചെയ്ത്തുകാരെല്ലാം കൂടെ ഇല്ലേ? അങ്ങനെയല്ലേ? എല്ലാവരും നമുക്കെതിരെ പണിയാ. അപ്പൊ ഇന്നലെ ആ ദൈവദാസൻ പറഞ്ഞതാ, നമ്മളാരാ? നമ്മുടെ ദൈവം ആരാ? ഇനി ഇവരെല്ലാം കൂടെ ചെയ്യുകയാണെന്ന് ചെയ്യട്ടെ. സർവാധിപത്യമുള്ള ദൈവം അനുവദിക്കാതെ എന്തെങ്കിലും നടക്കുമോ? ഇതിനകത്ത് വന്ന് ട്രെയിനിങ് ഇതാ, അത് എല്ലാവരുമായിട്ട് വൈരാഗ്യത്തില. പിന്നെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാ ഉപ്പാപ്പൻ, അമ്മാച്ചൻ, എല്ലാവരും. അപ്പോൾ പിന്നെ ഇവിടുള്ള സമൂഹം പോയി, ബന്ധക്കാരും പോയി, എല്ലാവരും ചെയ്ത്തുകാരാ. മാനസാന്തരപ്പെട്ട് മടങ്ങി വാ. മനസ്സ് തിരിയ. ഭർത്താക്കന്മാര് ദൈവകൃപയിലല്ലെങ്കിൽ, ദൈവകൃപയിൽ വന്ന ഭാര്യമാർ അവരോടുള്ള പെരുമാറ്റച്ചട്ടം അവരെ കണ്ടിട്ട് ക്രിസ്തുവിനെ കാണണം. അല്ലാതെ ഇവിടെ വന്ന് ഭർത്താക്കന്മാർക്കെതിരെ 10 വർത്താനം പറഞ്ഞൊന്നും കാര്യം നടക്കത്തില്ല. നിങ്ങൾ അവരെ രക്ഷയിലേക്ക് നയിക്കണം. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല പാസ്റ്ററെ, അതിൻ്റെ കുഴപ്പമാണ്. ഞാൻ പറയുന്നതല്ല. 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്താൻ താല്പര്യപ്പെടുകയാണ്. കർത്താവ് ഈ വചനത്താൽ നമ്മളെ ശുദ്ധീകരിക്കട്ടെ. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ചില ആളുകൾ ധരിച്ചിരിക്കുന്നത് ശരിയാ, പാസ്റ്റർ പറഞ്ഞെല്ലാം കറക്റ്റാ, മാനസാന്തരവും രക്ഷിക്കുന്ന വിശ്വാസം, കൺവേർഷൻ അതകത്തുണ്ട്. എഗ്രിയായല്ലോ, എഗ്രിയായി. അവിടം കൊണ്ട് മാനസാന്തരം തീർക്കരുത്. എല്ലാ ദിവസവും മാനസാന്തരപ്പെടണം. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സന്ദർഭമുണ്ടാകും. പഴയ വഴികളും പാപങ്ങളെ ഒക്കെ വിട്ട് നമ്മൾ തിരിയുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിൽ മാത്രം ഒരു വൺ ടൈം ആക്റ്റായിട്ട് അതും പരിമിതപ്പെടുത്തി നിർത്തല്ല. എല്ലാ ദിവസവും ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് ചേരാത്ത എന്തെങ്കിലും വിചാര, വികാര, വർത്തമാനമോ പ്രവൃത്തിയോ ഉണ്ടായാൽ ഉടൻ തന്നെ മാനസാന്തരപ്പെടണം. കർത്താവിനോട് പറഞ്ഞ് പാപക്ഷമ ഏറ്റെടുക്കണം. ആമേൻ.